വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 1-ാം തീയതിയാണ് ഏകാദശി വിളക്ക്. നാളെ മുതൽ ആരംഭിക്കും. അതുപോലെ തന്നെയാണ് ഇന്ന് അതിന്റെ 1-ാം തീയതിക്ക് തലേ ദിവസമായിട്ടുള്ള ഇന്ന് ഒരു 4 മണിയാകുമ്പോൾ നാമജപ ഘോഷയാത്ര ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ ഏകാദശി വിളക്കിന്റെ മുന്നോടിയായിക്കൊണ്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ നവംബർ 16-ാം തീയതി തൊട്ടിട്ട് ഡിസംബർ 1-ാം തീയതി വരെ ചെമ്പൈ സംഗീതോത്സവം സ്റ്റാർട്ട് ആവാണ്. അപ്പോ നല്ല സംഗീത കച്ചേരി, കുറെ ഒരുപാട് പ്രോഗ്രാംസുകളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നല്ല രസകരമായിട്ടുള്ളതാവും. നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചാവും നടക്കുന്നത്. അടിപൊളിയാണ്. അപ്പൊ അതിന്റെ ഓരോ ദിവസത്തെ അപ്ഡേഷനുകള് നമ്മള് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാര് വന്നിട്ട് സംഗീതം, അതായത് പാടാൻ ഇഷ്ടപ്പെട്ടു വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക പ്രോഗ്രാമുകൾ. അപ്പൊ അതിന്റെയൊക്കെ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഡിസംബർ 1-ാം തീയതി നമ്മുടെ ചെമ്പൈ സംഗീതോത്സവം അവസാനിക്കും. അന്ന് തന്നെയാണ് ഏകാദശി കേട്ടോ. അപ്പൊ അന്ന് അടിപൊളിയായിരിക്കും. ഏകാദശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഏകാദശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അന്നത്തെ അതെ, അടിപൊളിയാണത്. അപ്പോൾ ഒരു വർഷം 12 മാസം ഉണ്ടെങ്കിൽ ആ 12 മാസത്തിൽ പല ചടങ്ങുകളും പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ ഗുരുവായൂർ സംബന്ധിച്ച് പല പരിപാടിക്ക് അനുസരിച്ച് പല അപ്ഡേഷൻസ് അനുസരിച്ചും പല വെച്ചാൽ ഓരോരോ കച്ചവടക്കാര് നമ്മുടെ ഗുരുവായൂർ സന്നിധിയിൽ എത്തില്ല. പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഏകാദശി മറ്റേ എന്താ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് മണ്ഡലകാലാണ്. പിന്നെ ഇവിടെ മണ്ഡലകാലം ഒരു 3 മാസത്തിന് നല്ല ആൾക്കാർ, കച്ചവടക്കാര് കണ്ടമാനം വരും. അതുപോലെ അയ്യപ്പന്മാര് ഒക്കെ വരും. അങ്ങനെ ഇപ്പൊ നല്ല ഫുള്ളായിരിക്കും ഇവിടെ ആൾക്കാര്. അപ്പൊ അത് കുറെ ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ വരാനുണ്ട്. അവിടെ എത്തിയിട്ടില്ല. പിന്നെ മാലകള്, കുറെ ഐറ്റംസ്. അവരിവിടെ വന്നിട്ട് ഒരു 1-2 മാസം ഇവിടെ നിൽക്കും. ഈ മറ്റേ സീസൺ കഴിയുന്നവര്, നമ്മളിവിടെ മറ്റേ സീസൺ എന്ന് പറയാം, സീസൺ തീരുന്നവരെ ഇവിടെ ആൾക്കാരുണ്ടാവും. കച്ചവടക്കാർ ഇഷ്ടം, ജനങ്ങള് കൂടും. ഏകാദശി തൊടാൻ വേണ്ടിട്ട് ആൾക്കാര് എന്തോ ക്യൂ ഉണ്ടാവുമെന്ന് അറിയോ? ഏകാദശി എന്തോ അപ്പൊ നമ്മളിന്നൊരു കുഞ്ഞു വീഡിയോ ആണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കൂടുതൽ യാത്രകളിലേക്കും കാര്യങ്ങളിലേക്കും ഫോക്കസും കാര്യങ്ങളൊക്കെയാണ്. ചെമ്പൈ സംഗീതോത്സവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോരോ പ്രധാനപ്പെട്ട പ്രത്യേക തരത്തിലുള്ള പാട്ടുകളൊക്കെ വരുന്നുണ്ട്. ഒരു അടിപൊളി പാട്ട് തന്നെ. അങ്ങനെ ഓരോരോ പ്രത്യേകതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി കച്ചവടക്കാർ വരാണ്. കുറച്ചധികം കച്ചവടക്കാർ വരാണ്. അപ്പൊ അവരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെ അപ്ഡേഷൻ നമ്മുടെ ഗുരുവായൂര് അതെ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ തൊട്ടിട്ട് നമ്മുടെ മഞ്ഞുകാലത്തറ ആ ഭാഗം വരെ ഉണ്ടല്ലോ, 2 സൈഡിലും ഫുള്ള് കച്ചവടക്കാരുണ്ടാവും. ആ വിശേഷങ്ങളായിട്ട് അത് കുറച്ചുകൂടെ കഴിയണം, ഒരു 5 ദിവസം കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അപ്പോഴത്തെ വീഡിയോ ഇടാം. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോസ് ഇടാം നമുക്ക്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.